അപ്പോൾ ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഡോർസാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഇത് ചെയ്തായിരുന്നു, ഞാൻ ഇതിൻ്റെ പുറമെ ഇടുന്നതായിരിക്കും. അത് നമ്മൾ പകുതി വരെ എത്തുള്ളൂ, നമ്മൾ ഫുൾ എത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗൈസ്, നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കളിക്കാൻ തുടങ്ങാം ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം സ്റ്റക്കാണ്. എൻ്റെ ഫോൺ നല്ല സ്ലോ ആയതുകൊണ്ട് തന്നെ ഞാൻ ഓരോന്ന് സെലക്ട് ചെയ്ത് വരുന്ന സമയവും ഞാൻ കുറേ നേരം നമ്മുടെ ഇത് ഇതിൽ എലിവേറ്റർ ഇത് എസ്കലേറ്റർ സംഭവത്തിൽ കയറേണ്ട ഇതിലാണ് ഞാൻ ആലോചിച്ച് നടന്നു. അതിൻ്റെ ഞാൻ 4-5 പേരുള്ളതിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഗെയിം റോബ്ലോക്സിലെല്ലാം കളിക്കണം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ ഉറപ്പായിട്ടും അടുത്ത ഗെയിം അതായിരിക്കും കളിക്കുന്നത്. നമ്മൾ സ്ക്വിഡ് ഗെയിം കളിക്കുന്നുണ്ട്. സ്ക്വിഡ് ഗെയിം കളിച്ചിരിക്കുന്ന വീഡിയോ ഞാൻ ഉടനെ തന്നെ എഡിറ്റ് ചെയ്തിടുന്നതായിരിക്കും. അപ്പം നമ്മളപ്പോൾ ഈ ഇതിലാണ് കയറിയിരിക്കുന്നത്. 4 പേരുണ്ടായിരുന്നു. 4 പേരുള്ള ഇതിലാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഗെയിം റോബ്ലോക്സ് കളിച്ച് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അടുത്ത ഗെയിം അതായിരിക്കും കളിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. സമയം പതിയെ പോകുന്നുണ്ടെന്ന് പെട്ടെന്ന് സമയം പോയി അവിടെ എത്തുമായിരുന്നെങ്കിൽ നമുക്ക്. ഓക്കെ, ടൈംസ് കഴിഞ്ഞു. നമ്മളിനി നേരെ നമ്മുടെ റൂമിൽ ഫസ്റ്റ് ഡോറിലുള്ളടത്ത് പോയി ഇറങ്ങും. അതായിരിക്കും ഫസ്റ്റ് നമ്മൾ ചെല്ലുന്നത്. നമുക്ക് ഡോർസ് കഴിഞ്ഞിട്ട് ഒരു ലൈബ്രറി വരെ അങ്ങനെ ഫുള്ളുണ്ട്. ഒരു 100 ഡോർസ് ഉണ്ട്. നമ്മൾ 100 ഡോർസ് കഴിഞ്ഞാലേ നമ്മൾ ജയിക്കത്തുള്ളൂ. പക്ഷേ 100 ഡോർസ് വരെ ഞാൻ ഇതുവരെ പോയിട്ടില്ല. അത് വേറൊരു കാര്യം. ഞാൻ അവിടുത്തെ ലൈബ്രറി വരെ പോയിട്ടുണ്ട്. ലൈബ്രറി ഉണ്ട്, എനിക്ക് ഇതുവരെ തുറക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ കളിക്ക് നമുക്ക് എവിടെ വരെ പോയി നോക്കാം. നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഓടിപ്പോയി താക്കോലാണ് എടുക്കുന്നത്. അപ്പം ഫസ്റ്റ് ഞാൻ താക്കോലെടുത്തു. വേറെ ഏതൊരു ചെറുക്കനാണ് അത്. അപ്പോൾ കുറേ പേരുണ്ട്. അപ്പോൾ നമ്മൾ ഒരാൾ താക്കോല് വെച്ച് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ താക്കോല് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകും. നമ്മൾ ഫസ്റ്റ് ഡോറിൽ നിന്ന് ഓടി ഞാൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കയറിക്കൊള്ളാൻ ഉദ്ദേശിച്ച് നിന്നെയാണ്. നമ്മൾ സെക്കൻഡ് ഡോറിൽ ഞാൻ ഇവരെ പോലെ പൈസ ഒന്നും കളക്ട് ചെയ്യാൻ നിൽക്കുന്നില്ല. ഞാൻ ഓടി പോവാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അവരോട് ടൈപ്പ് ചെയ്ത് ഞാനൊരു ഇൻഫ്ലുവൻസറാണ്. ചുമ്മാ അവരെങ്ങനെ മൈൻഡ് ചെയ്താലും ഞാൻ ടൈപ്പ് ചെയ്ത് ഇടാൻ വേണ്ടി പോകുമ്പോൾ സമയം കിട്ടില്ല. ഇവന്മാരങ്ങ് ഓടിപ്പായുവാണ്. അപ്പം ഇവരോരോന്നൊക്കെ കളക്ട് ചെയ്യും. ഞാൻ അവിടെ നോക്കി ചുമ്മാ. അപ്പോൾ ഓരോരുത്തർ പോകുമ്പോൾ ഞാൻ പുറകെ അങ്ങ് പിടിച്ച് പോകും. ഞാൻ ഇതുപോലെ കഴിഞ്ഞ തവണ കളിച്ചപ്പോൾ ഞാനൊരു റൂമിൽ സ്റ്റക്കായി. അവിടുത്തെ ഡോർസ് എല്ലാം എൻജിങ് ഡോർസ് ആയിട്ട് പിന്നെ ഒരു വഴിയേ അതില്ല. അപ്പം അടുത്ത് ഇപ്പോൾ എത്രാമത്തെ ഡോറാണ്? 5ാമത്തെ ഡോറ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റഷും അങ്ങനത്തെ പല സംഭവങ്ങൾ വരും. റഷൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ അലമാരിക്കകത്ത് കയറിയിരിക്കണം. റഷൊന്നും വന്നില്ല, ചുമ്മാ കയറിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതാണ്ട് നമ്മൾ അടുത്ത ഡോറിൽ കയറാൻ പോവാണ്. അപ്പോൾ ഇവിടെ വെച്ചാണ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോരുത്തർ ഓരോ റൂം കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറേ സമയം എടുക്കും. അപ്പോൾ ഞാനാണെങ്കിൽ ടൈപ്പ് ചെയ്യാൻ വെച്ചു. ഇവർ താക്കോലൊക്കെ കണ്ടുപിടിച്ച് വരട്ടെ, നമുക്കവിടെ സുഖിച്ച് സമാധാനത്തോടെ ഇരിക്കാം. അപ്പം നമുക്ക് കളിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ഡോറിൽ അവന്മാർ തുറന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കയറിപ്പോയപ്പോൾ ഐ തിങ്ക് 9ാമത്തെ ഡോറാണ്. 9ാമത്തെ ഡോർ കഴിഞ്ഞ് ഇതാണ് 10ാമത്തെ ഡോറ്. ഇവിടെ പല ഡോറുണ്ട്. നമ്മളിപ്പോൾ തെറ്റിപ്പോൾ 10 കഴിഞ്ഞിട്ട് ഇവർ പല നമ്പേഴ്സാണ്. നമ്മൾ പെട്ടെന്ന് ഓർമ്മയില്ലാതെ കയറുമ്പോൾ നമ്മൾ ചത്തുപോകും. നമ്മളെ ലൈഫ് പോകും. ചത്തുമല്ല, ലൈഫ് പോകും. നമ്മൾ 2-3 തവണ അടുപ്പിച്ച് ഒരു തെറ്റായിട്ടുള്ള ഡോറിൽ കയറിയാൽ. അപ്പോൾ എൻ്റെ ടോർച്ചിനകത്തോണ്ട് ടോർച്ചുള്ള ആരെങ്കിലും ഞാൻ കയറ്റി വിടുമായിരുന്നു. അതൊക്കെ ടോർച്ചൊന്നുമില്ല. ഈ സാധനം വന്ന് തന്നെ കടിച്ച്. അതൊരു എട്ടുകാലിയായിരുന്നു. എന്നെ കണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. അതെൻ്റെ അടുക്കലോട്ട് ഓടി വന്നു കണ്ടോ. എന്നെ കടിച്ച്. അങ്ങനെ ഞാൻ കുറേ നേരം എൻ്റെ ലൈഫ് പോയി നിന്ന്. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഓക്കെ, അതെനിക്ക് കുറച്ച് കഴിയുമ്പോൾ അത് പോയി കേട്ടോ. നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് കയറാൻ വേണ്ടി നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ടോർച്ച്, ലൈറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ എടുക്കാം. നമുക്ക് ചില ലൈറ്ററൊക്കെ എടുക്കാൻ പറ്റില്ല, ചില നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഓരോ ഡോറിൽ കയറി ഇറങ്ങാൻ കളിക്കാൻ ഞാൻ പൈസ ചുമ്മാ എടുത്ത്. അത് നമ്മൾ അടുത്ത ഡോറിൽ കയറുവാണ്. ഇത് എനിക്ക് തോന്നുന്നത് എത്രാമത്തെ ഡോറാണ് കാണുന്നില്ല. 14ാമത്തെ ഡോറാണ് കഴിച്ചത്. അങ്ങനെ ഇവിടെ നമുക്കിങ്ങനെ ഒരു സൗണ്ട് കേൾക്കും. അപ്പോൾ നമ്മൾ മേളിലോട്ടും നടക്കി നോക്കണം. അതൊരു സൈസ് ഇട്ടില്ല. അതിന് നോക്കിയില്ലെങ്കിൽ നമ്മൾ ചത്തു ഒന്നെണ്ണാ ചെറുക്കൻ ചത്ത പോലെ. അപ്പോൾ നമുക്ക് അടുത്ത ഡോറിലേക്ക് പോവാം. കണ്ടോ, അതുപോലത്തെ തെറ്റായിട്ടുള്ള ഡോറിൽ കയറി നമ്മൾ മരിച്ചു പോകും. അപ്പോൾ ആ ചെറുക്കൻ ഒരു തെറ്റായിട്ടുള്ള സ്ഥലത്ത് വരണം. അവനെ പെട്ടെന്ന് അവിടുത്തെ പിടിച്ച് നമ്മളെങ്ങനെയാണ് അത് ശരിയായിട്ടാണോ ഉള്ളത് ഡോറാണോ കറക്റ്റാണോ തെറ്റ് ഡോറാണോ എന്ന് അറിയുന്നത്. നമ്മളവിടെ ചെയ്ത് ചുമ്മാ ഒരു ഹാർട്ട് ബീറ്റ് കേൾക്കും.
ഹാർട്ട് ബീറ്റ് കേൾക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള റൂമാണ്. നമുക്ക് കയറേണ്ട റൂമല്ല അത്. കയറേണ്ട റൂമാണെങ്കിൽ ഹാർട്ട് ബീറ്റ് ഒന്നും കേൾക്കത്തില്ല. നമ്മൾ ശാന്തമായിട്ടിരിക്കും. അവിടെ കയറി 4-5 പ്രാവശ്യം അവിടെ കയറി, 2 പ്രാവശ്യം കയറി. അങ്ങനെ അവൻ അങ്ങനെ വീണത്. ആ ചെറുക്കൻ പ്രോ കളിക്കാരനാണ് ഗൈസ്. ഞാൻ തോറ്റു നിന്നിട്ടും അവനെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഓക്കെ, താക്കോൽ ആ ചെറുക്കൻ തന്നെ തപ്പിയെടുത്തു. നമുക്ക് പിന്നെ കുറേ തവണ തപ്പിയിട്ട് നമുക്ക് താക്കോൽ കിട്ടിയില്ലെങ്കിൽ അവരിതുപോലത്തെ ഒരു പച്ച ലൈറ്റ് കാണിക്കും. അപ്പോൾ നമ്മൾ ആ പച്ച ലൈറ്റിൻ്റെ പുറകെ പോകുമ്പം നമുക്ക് ഇത് കിട്ടും. ഇപ്പോൾ റഷ് വരും. അപ്പോൾ ഞാൻ ഓടി എന്ത് ചെയ്തു, ഒരു റൂമിൻ്റെ സൈഡിൽ ഞാനിപ്പോൾ ആ സൈഡിൽ പോയി ഒളിച്ചു. റഷ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അലമാരി കയറണം, അല്ലെങ്കിൽ ആ റഷ് വരാത്ത സ്ഥലത്ത് കയറണം. അപ്പം കണ്ടോ, അത് വരുമ്പോൾ മൊത്തം ലൈറ്റ് എല്ലാം പോവും. അതാണ് സംഭവം റഷിൻ്റെ. അടുത്ത റൂമിലേക്ക് കയറാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അവരാരെങ്കിലും താക്കോൽ എടുത്തുകൊണ്ട് വരട്ടെ എന്നുള്ള ഇതിൽ ഞാൻ ചുമ്മാ റൂമിലേക്ക് കയറി. അവർ വരുന്നവരെ ചുമ്മാ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അവർ രണ്ടുപേരും ഇപ്പോൾ തപ്പി നടക്കുകയാണ് സാധനങ്ങൾ. അപ്പോൾ ഈ സമയത്തെങ്ങാണ്ടാണ് ഞാൻ ഇപ്പോഴാണ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടത്, ഹായ് ഐ എം ഇൻഫ്ലുവൻസർ, ഐ എം ടേക്കിംഗ് റെക്കോർഡിങ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആരും മൈൻഡാക്കി. സോ സാഡ്. ഒരു ടൈപ്പ് ചെയ്തിടുകയാണ്. അവരോട് നമുക്കങ്ങനെ സംസാരിക്കാം. ഗൈസ് ആരോ താക്കോൽ കിട്ടി. താക്കോൽ കിട്ടിയില്ല. അപ്പം പിന്നെയും പറ്റി. ഞാൻ അപ്പോൾ ഇവിടെ ചുമ്മാ വല്ലതും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി കയറിയാണ്. എനിക്കൊന്നും കിട്ടില്ല. ഇങ്ങനെ എന്താ കട്ടിൽ പെട്ടെന്ന് കട്ടിലിൻ്റെ അടിയിലോട്ട് കയറും. അങ്ങനത്തെ ഒരു സംപ്രശ്നമുണ്ട് ഗൈസ്. അപ്പോൾ കയറുണ്ടെങ്കിൽ പോലും അവർ നമ്മളെ കിട്ടി. പെട്ടെന്ന് എൻ്റെ ഫോണിൻ്റെ ചാർജ് തീരാറായിരുന്നു. അങ്ങനെ പൈസ കുറയ്ക്കാനില്ല ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത റൂമിലേക്ക് കയറുവാണ്. നമുക്കിവിടെ വരുമ്പോൾ അടുത്ത കുറേ ഘട്ടങ്ങളുണ്ടെങ്കിൽ ജയിക്കാനൊക്കെ നല്ല പാടാണ്. എനിക്ക് തോന്നുന്നു അടുത്തെങ്ങാണ്ട് വരുമ്പോൾ റഷ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നു. ഇവർ റഷ് വരുമ്പോൾ ഒരു സൈൻ തരും, ഇങ്ങനെ ലൈറ്റൊക്കെ മിന്നിക്കും, ലൈറ്റൊക്കെ ഓഫ് ചെയ്യും, അങ്ങനത്തെ ഒരു സംഭവം വരും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും റഷ് വരുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, തുറന്നു. എൻ്റെ ടോർച്ചിലെത്തുന്ന ഞാൻ അവൻ്റെ കയ്യിലെ ടോർച്ചുള്ളപ്പോൾ അവൻ്റെ പുറകെ ഇങ്ങനെ ഞാൻ വെക്കുന്നു. ഓക്കെ, നമ്മൾ അടുത്ത ഡോറിലോട്ട് കയറിയിട്ടുണ്ട്. നെക്സ്റ്റ് ഡോറ് 21ാമത്തെ ഡോറാണ്. ഇപ്പം എനിക്ക് റഷ്യം കണ്ട് വരാൻ പോവാ. വന്നില്ല, ആശം തോന്നിയത്. അപ്പം നമ്മളിവിടെ കുറേ പേര് കളിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഒറ്റയ്ക്ക് കളിക്കുകയാണെങ്കിൽ കളിക്കാൻ കുഴപ്പമില്ല, വലിയ രസം കാണത്തില്ല. നമ്മൾ തന്നെ എല്ലാം കണ്ടുപിടിക്കണം, അതാണ് വേറെ ഒരു പ്രശ്നം. 24ാമത്തെ ഡോറിലായി. എനിക്ക് തോന്നുന്നു 30-31 എന്താ ഡോറാകുമ്പോഴാണ് സീക്ക് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. അത് വന്നപ്പോൾ നമ്മളെ ഓടിക്കും. ഇപ്പം റഷ് വരും. ഞാൻ അപ്പം കഥേൻ്റെ അവിടെ എപ്പോഴേക്കും ഒരു സൗണ്ട് കേൾക്കാതെ ഇതെത്താറായി റഷ്. റഷ് ഇരുപതിൽ കാറിക്കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ആ ചെറുക്കൻ ചത്ത ഒരാൾ. അപ്പോൾ അവൻ്റെ ഹാർട്ട് വേണി എടുക്കാൻ നമ്മൾ പൈസ കൊടുത്താൽ, അപ്പം ഞാൻ പൈസ ഒന്നും കൊടുക്കുന്നില്ല. അവൻ്റെ ഹാർട്ടൊന്നും എടുത്തില്ല. ഹാർട്ട് മീൻസ് അവൻ്റെ ലൈഫ് നമുക്കെടുക്കാം. അപ്പോൾ കണ്ട പിന്നെ എടുക്കാൻ പറ്റുമോ നോക്കിയാൽ പിന്നെ നമ്മൾ ആ സംഭവം തന്നെ കൊടുക്കണം. അപ്പോൾ ഞാൻ എടുക്കാൻ പോയില്ല. റോബെക്സ് എന്ന് പറഞ്ഞൊരു പൈസ ഉണ്ട്. ആ പൈസ നമ്മൾ റിയൽ മണി കൊടുത്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ പിന്നെ എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴാണ് സീക്ക്, ഇപ്പോഴല്ല അടുത്ത സ്ഥലത്താണ് സീക്ക്. ആ പെർപ്പിൾ വരുമ്പോൾ നമ്മൾ നോക്കിയാണ് നമ്മൾ ചത്തു. ആ പെർപ്പിളിലോട്ട് ചത്തു എന്നല്ല, നമുക്ക് നമ്മുടെ ലൈഫ് ഇത് കുറയും. ഇനി അതും കഴിഞ്ഞ് ഞാൻ ഓടി പോവാണ്. പെട്ടെന്ന് വേണം നമുക്ക് ഇനി എല്ലാം ഫാസ്റ്റ് ആക്കണം. ഗൈസ് ഇപ്പം റഷ് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ പോളി അതിൻ്റെ പുറയിലൊക്കെ ഒളിച്ചായിരിക്കണം. അവനെ റഷൊന്നും പക്ഷെ പിടിക്കത്തില്ല. ഞാൻ വലിയ എഴുതി തന്നെ അപ്പം അവനെ പിടിച്ചു. അവന് എപ്പോഴും എന്നെ കൊല്ലുന്നൊരു സംഭവമാണ്. നമ്മൾ ഇനി ഇത് എത്രാമത്തെ ഡോറാണ്? ഇതും കൂടെ നമ്മളിനി ഈ പടം ഓരോന്ന് വെച്ചാൽ നമ്മുടെ ആ കഥവ് തുറന്നു വരത്തുള്ളൂ. ഓരോ പടം കറക്റ്റായിട്ടുള്ള
സ്ഥലത്ത് കൊണ്ട് നമ്മൾ വെക്കണം. അപ്പോൾ കറക്റ്റായിട്ടുള്ള പടം വരും. അല്ല, കതവ് തുറന്ന് വരും കറക്റ്റായിട്ട് പടം വെക്കുമ്പോൾ. ഞാൻ അങ്ങനെ ഓരോന്ന് വെച്ച് കൊടുത്തു. കതവ് തുറന്നു. എനിക്ക് പെട്ടെന്ന് ഒന്ന് റഷ് വരുന്നതാണ് ഞാൻ പെട്ടെന്ന് അവിടെ കയറി നിന്നത്. അപ്പോൾ വന്നില്ല ചെറുക്കന് അപ്പുറത്തെ സൈഡിലോട്ട്. അപ്പോൾ ഞാനും അവിടെ പോയി. ഇതുപോലെ ഒരു സ്ഥലത്ത് വന്നപ്പോൾ എൻ്റെ കയ്യിൽ അപ്പം ലൈറ്റില്ല, ഫുള്ള് ലൈറ്റും പോയി റഷ് വന്നപ്പോൾ. അപ്പോൾ ഞാൻ ഇവിടെ പെട്ടുപോയി. എനിക്ക് അങ്ങോട്ടും നീങ്ങാൻ അറിഞ്ഞില്ല, സ്ഥലമേ ഇല്ല. പിന്നെ അങ്ങോട്ട് ഇരുന്നാലും സ്ഥലമില്ല, ഇങ്ങോട്ട് ആ ഒരു സ്ഥലത്ത് ഇതായിട്ട് പെട്ടങ്ങ് പോയിരുന്നേ. അതോടെ ഞാൻ മറ്റേ കളി അങ്ങനെ നിർത്തിയത്. പൈസയാണ് എടുത്തിട്ട് എനിക്കൊരു പൈസ. അവൻ തുറന്ന് അവനങ്ങ് ഓടി. അവന് സഹായിക്കുന്ന ഒരു മെൻറ്റാലിറ്റി ഇല്ല. സെഡായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ റഷ് വരും. അപ്പോൾ ഇന്നത്തെ കളി ഞാൻ കുറച്ച് നേരം കൂടെ ഉള്ളത്. അതായത് നമ്മൾ അടുത്ത വേറെ ഏതെങ്കിലും കളി നിങ്ങൾക്ക് കളിക്കുന്ന ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യും. ഞാൻ അടുത്ത കളി ഉടനെ തന്നെ കളിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്നീക്ക്. ഈ സാധനം നമ്മൾ ഓടിച്ചിട്ട് പിടിക്കും. നമ്മളപ്പോൾ കഥ പറഞ്ഞതുപോലെ പിന്നെ വന്നിട്ട് ഓടണം. അപ്പോൾ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ പച്ച ലൈറ്റ് വെക്കും. നമ്മൾ ആ പച്ച ലൈറ്റിൻ്റെ പുറകെ പോയാൽ മതി. നമുക്ക് ലൈറ്റ് വെച്ച കാണാം. ഇവിടെ എത്തിയിട്ട് അതിനെ പിടിച്ച്. അപ്പം ഇന്നത്തെ കളി ഭയങ്കര പിടിച്ച്. അപ്പോൾ ഈ സമയം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് ഏതെങ്കിലും കളി ഇനി അടുത്തത് കളിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത കളി ഉടനെ കളിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഗൈസ്, താങ്ക് യു, ബൈ.